അതുകൊണ്ടാണ് പേര് പോലും വിളിക്കാതെ ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത്. തിരിച്ചായാലും കുഴപ്പമില്ല. ഭാര്യ ആദ്യം പഠിച്ചിട്ട് ഭർത്താവിനെ പഠിപ്പിച്ചെടുത്താലും കുഴപ്പമില്ല. പക്ഷേ താൻ പഠിപ്പിച്ചത് പ്രായോഗികമായി തന്നെ പുത്രനാക്കി അവൾ ജനിപ്പിക്കുമ്പോൾ അവൾ ജായ, തന്നെ ജനിപ്പിച്ചവൾ അമ്മയായി മാറുകയാണ്. ഇനി ഗുരു അവളാണ്. മനസ്സിലായില്ല? പിടിയിട്ടില്ല. ഞാൻ അവളിൽ ഗർഭം ധരിച്ച് ഞാൻ അവളിൽ പുത്രനായി ജനിച്ചപ്പോൾ ഇനി കുട്ടികളായ ഒരച്ഛനും അയാളുടെ ഭാര്യയെ, ആ കുട്ടിയുടെ അമ്മയെ എടിയെന്ന് വിളിക്കില്ല. ഇവിടെ വാന്ന് പറയില്ല കുട്ടികളെക്കൊക്കെ. കാരണം കുട്ടികളും അനുകരിച്ച് ചിലപ്പം വിളിക്കും. മനസ്സിലായില്ല? അമ്മ എന്ന പദമേ വിളിക്കുകയുള്ളൂ. അങ്ങനെ ഈ നാവിൽ നിന്ന് വരൂ. കാരണം ശാസ്ത്രം അതുപോലെ ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്. ഈ സംസ്കൃതിയാണ് പ്രാചീന സംസ്കൃതി. അതിൽ ഗാർഹസ്ഥ്യവും കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്കെത്തുമ്പോൾ വനസംഭക്തവും വനനീയം സംഭജനീയം പാണിനി ആ ലോകങ്ങളിലെത്തിക്കഴിഞ്ഞാൽ യോഗബലം കൊണ്ട് തൻ്റെ ഈ ശരീരത്തെ താനറിഞ്ഞ് ഇനി വേണ്ട എന്ന് തീരുമാനിച്ച് അഷ്ടചക്രങ്ങളിലൂടെയും ജീവൻ കടന്നു പോകുന്ന രംഗങ്ങൾ നോക്കി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പോകാൻ പാകത്തിന് ആ സാധനയെ ഉജ്ജീവിപ്പിക്കുവാനാണ് പിന്നെ ഗുരു വേണ്ടത്. ചോദിച്ചത് ഗുരു അല്ലേ? അവിടെ വേണ്ടി വരും. ഇങ്ങനൊരു ക്രമാലോകമുണ്ട്. അപ്പം ഈ വിഷയത്തെ അധികരിച്ച് ഒരു ക്രമലോകത്തെ ഒരു ദിഗ്ദർശനമെന്ന നിലയിലെങ്കിലും പൂർവികർ ജീവിച്ച തലങ്ങളിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. ദാ അവിടെ അങ്ങനെ ഒരു ലോകമുണ്ട്, മതിലിന് പൊക്കത്തിൽ നിന്ന് കണ്ടോന്നെങ്കിലും. മനസ്സിലായില്ല? പിന്നെ ചാടാൻ മിടുക്കന്മാർ ചാടിക്കോളുക. സാധനയല്ല. ഈ പറഞ്ഞ സന്യാസ തലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടം വരെ അച്ഛൻ തന്നെയാണ് ഗുരു, അമ്മ തന്നെയാണ് ഗുരു. അല്ല, വേറെ ഗുരുക്കന്മാരൊന്നുമില്ല. പിന്നെ അച്ഛൻ അങ്ങനെ നേരത്തെ വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിച്ച ആളാണെങ്കിൽ അച്ഛൻ തന്നെ മതി അവിടെയും ഗുരു. പിന്നെ ഇത് നേരത്തെ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് ഈ മതിൽ ചാടണം. മുമ്പ് ചാടിയവരുണ്ട്, കാലൊടിഞ്ഞവരുമുണ്ട്, ഒടിയാത്തവരുമുണ്ട്, അപ്പുറത്തേക്ക് വീഴാതെ കമ്പിവേലിയിൽ തട്ടി ഇങ്ങോട്ട് പോകുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായി അപ്പുറത്ത് ചാടണം എന്ന് ചാടാൻ കരുത്തുണ്ട്, ചാടും ഞാൻ എന്നുറപ്പുണ്ടെങ്കിൽ അതിനൊരു ഗുരുപരമ്പരയിൽ പെടണം. അത് ചുമ്മാ ഒന്നും ചാടാൻ പറ്റില്ല. കാരണം ഒഴുക്ക് വളരെ കൂടുതലാണ്. അതിനാ കുറ്റിയയിൽ നല്ലൊരു കയറുണ്ടാവും. ദേവപ്രയാഗയിലും നന്ദപ്രയാഗയിലും ഒക്കെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം, അടിയൊഴുക്ക് വളരെ കൂടുതലാണ്. പോയിട്ടുണ്ടോ ദേവപ്രയാഗയിലും നന്ദപ്രയാഗയിലും ഒക്കെ? നല്ല അടിയൊഴുക്കാണ്, നല്ല തണുപ്പുമാണ്. ഇപ്പം ഇറങ്ങിയാലെങ്കിൽ കയറുകയില്ല, എല്ലാം കോച്ചി പോവും, മരവിച്ചു പോവും. കയ്യും കാലോട്ട് അടിക്കാനൊന്നും പറ്റില്ല. നീന്തലറിയാമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മരവിച്ചു പോവും. അപ്പം പിന്നെ ഒറ്റ വഴിയുള്ളൂ. അവിടുത്തെ കുറ്റിയിൽ ഒരു ചങ്ങലയുണ്ട്. നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച എന്ന് പറയുന്നൊരു ചങ്ങലയുണ്ട്. മനസ്സിലായില്ല? ആ ചങ്ങലയുടെ അറ്റത്ത് പിടിച്ചാൽ പോകാതിരിക്കുക, അഥവാ കറക്റ്റായിട്ട് പോവാം. ഇങ്ങനൊരു ജീവിതക്രമം ഭാരതത്തിനുണ്ടായിരുന്നു. ഭാരതീയർ ഏതും ഒരാഹാരം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ അതൊരു യാന്ത്രികമായ പ്രഗ്മാറ്റിസത്തിലേക്ക് കൊണ്ടുപോകാതെ അതിൻ്റെ പിന്നിലൊരു തത്വചിന്തയുണ്ടെന്നും അതിനെ ആധാരമായാണ് അന്ധകരണത്തിൽ നിന്നുണ്ടാകുന്നതെന്നും വിചാരിക്കുകയും വിശ്വസിക്കുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതായിക്കോട്ടെ വിഷയം എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ തുടങ്ങിയത്.
വിഷയം നിങ്ങൾ മറന്നുപോയിന്ന് തോന്നുന്നു. ഞാൻ വിഷയം ആദ്യം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഓർക്കുന്നില്ല. അപ്പം ഇങ്ങനൊരു ഒരു ഒരു ദിശയിൽ ഇങ്ങനൊരു വിഷയം അത്ര എളുപ്പം പറയാവുന്നതല്ല എന്ന് എനിക്കറിയാം. അത് ചിലപ്പോൾ പ്രയോജനപ്രദമായേക്കും എന്നൊരു തോന്നൽ ആവോ. പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് ജീവിതത്തെ ചിട്ടയായി കൊണ്ടുപോകുന്ന പ്രാചീനതയുടെ സംസ്കാരങ്ങളിൽ ഒന്നിൽ നിർത്തി അതെങ്ങനെ എന്ന് കാണുന്ന, ഇതൊരു ജീവിത ദർശനമാണ്, ഇതൊരു മതമല്ല. അത് ചെയ്യുന്നത് നോക്കിയാണ് ആ മതത്തിലാണോ നിങ്ങളും ഞാനുമെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തിനെ പ്രമാണമാക്കുന്നു? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് ചെയ്യുന്നു? എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തത്? ഇങ്ങനെയുള്ള ഓരോ ചോദ്യത്തിനും തനിക്ക് ഉത്തമമായൊരു ഉത്തരം നിർവിശേഷമായ തൻ്റെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ഒരുവൻ ആനന്ദത്തിലാകുന്നത്. നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് മറ്റൊരാളോട് ചോദിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഞാൻ ചെയ്തു എന്നതിൻ്റെ ഉത്തരം എനിക്ക് പഥ്യമായി ലഭിക്കുമ്പോൾ, ലോകം ചെയ്യുന്നത് കണ്ടില്ലേ? കണ്ടു. എന്താ നീ അതുപോലെ ചെയ്യാത്തത്? ഞാൻ അവരുടെ കൂട്ടത്തിൽ പെടുന്നവനല്ല. ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ വെളിച്ചം. ഇതെന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയാം. ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ദുഃഖിക്കും. ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആനന്ദിക്കുന്നത്. ആനന്ദം എൻ്റെ സ്വരൂപമാണ്. അതിനുള്ള ശേഷിയും ശേമുഷിയും ഉണ്ടാകുമ്പോഴേ ഹിന്ദു ജീവിതമുണ്ടാവൂ, സനാതന ജീവിതമുണ്ടാവൂ. മനസ്സിലായില്ല? ആ ഒരു ജീവിതക്രമം ഒരു തമാശ പോലെ വെറുതെ ഒന്ന് പഠിക്കാൻ, എന്നിട്ട് രസമാണെങ്കിൽ ഒന്ന് അനുവർത്തിക്കാൻ, രസമല്ലെങ്കിൽ വിട്ടുകളയാൻ. മനസ്സിലായില്ല? അതുകൊണ്ട് നമ്മൾ വിഷയം ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തത്. കാരണം ഇവരങ്ങനെ എഴുതുകയും ചെയ്തു, അന്തര്യോഗം. അതുകൊണ്ടാണ് ഇതിങ്ങനെ കയറിയത്. നോക്കാം, എവിടം വരെ എത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇത് ഇന്നിടം വരെ എത്തിക്കണമെന്നൊന്നും ഒരു കണ്ടീഷനൊന്നുമില്ല. ഈ എത്തുന്നിടം വരെ ഇതിൻ്റെ കണക്ക് വേറെയാണ്. ഇതുവരെ പല കണക്കിലും വീടുണ്ടാക്കി നമ്മൾ. 24 പോലെ 16 ഒക്കെ നമ്മൾ ഉണ്ടാക്കി. പക്ഷേ ഇതുവരെ നമ്മൾ ചെന്നതും പോലെ 16 ഉണ്ടാക്കിയില്ല. അതൊരു പെർഫെക്റ്റ് കണക്കാണ്. അതുകൊണ്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ്. ശരിയാണ്. അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം, ബാക്കി നാളെ. അപ്പം നാളെ എന്നെ ഓർമ്മിപ്പിക്കണം കർമ്മത്തിൻ്റെ സ്വരൂപത്തിലെ ഇന്ദ്രിയജനിത പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം. പലപ്പോഴും ക്ലിഷ്ടമാകുന്നത് അതുകൊണ്ടാണ്. തജ്ജ സംസ്കാരോ അന്യസംസ്കാര പ്രതിബന്ധി. ഇതാണ് യോഗശാസ്ത്രത്തിൽ വഴി. തജ്ജന്യമായ സംസ്കാരം കൊണ്ട്, തത്സംസ്കാരം കൊണ്ട്, ബ്രഹ്മസംസ്കാരം കൊണ്ട് ഇതര വാസനകളെയും സംസ്കാരങ്ങളെയും കളയുക എന്നാണ് പതഞ്ജലി ഭംഗിയായി പറഞ്ഞു തരുന്നത്. അതിനുള്ള എളുപ്പവഴി അദ്ദേഹം പറയുന്നതും തജ്ജവ തദർത്ഥഭാവനം. ഈശ്വര പ്രണിധാനാത് വ തസ്യ വാചകഃ പ്രണവഃ. എന്നിട്ടാണ് തജ്ജവ തദർത്ഥഭാവനം
എന്ന് പറയുന്നതും വളരെ എളുപ്പമാണെന്ന് തോന്നാമെങ്കിലും നിരന്തരമായ വിഷയവാസനകൾ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായി കളിക്കുമ്പോൾ ഈ പ്രക്രിയകളൊന്നും നിത്യനിരന്തരമായി തുടരുവാൻ ജീവൻ എളുപ്പമല്ല. ഇത് പലപ്പോഴും സത്യമാണെന്ന് ഒറ്റയ്ക്ക് നമുക്കറിയുമെങ്കിലും വ്യക്തിയുടെ സാമൂഹിക തലം ഇത് അംഗീകരിക്കുവാൻ പോന്നതല്ല എന്നൊരു വഞ്ചനയും ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെയാണ് ആധുനികമായ ആധ്യാത്മികത പലപ്പോഴും പരാജയപ്പെടുന്നത്. ഉപദേശിക്കുന്ന ഗുരുക്കന്മാരും ഉപദേശത്തെ കേൾക്കുന്ന ശിഷ്യന്മാരും പരസ്പരം സത്യം അറിയുമെങ്കിൽ പോലും അതിനെ ഭാഷ കൊണ്ട് അങ്ങനെ അല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ നിന്ന് വളരെ കൂടുതലാണ്. ക്ലാസ് കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ഈ രംഗത്ത് തന്നെ ആയതുകൊണ്ട് എത്ര കാലം നിത്യനിരന്തരമായി ജപിക്കാൻ കഴിയുമെന്ന്, എത്ര കാലം നിത്യനിരന്തരമായി ഉപാസിക്കാൻ കഴിയുമെന്ന്, എത്ര കാലം നിങ്ങൾ പഠിച്ച ആധ്യാത്മികമായ ഏത് ടെക്നിക്കും തുടരാൻ കഴിയുമെന്ന് പറയണ്ട. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭൗതികങ്ങളായ ആഹാര നീഹാര മൈഥുന നിദ്രാദികൾ, ഭൗതികങ്ങളായ വിഷയലോകങ്ങളിലുള്ള താല്പര്യം കൊണ്ട് ചെയ്തു കൂട്ടുന്ന കർമ്മകലാപങ്ങൾ, ഇവയിൽ നമുക്കുള്ള താല്പര്യവും അവ ദുഃഖവും വേദനകളും നിരന്തരമായി നമുക്ക് തന്നാൽ പോലും അവയോടുള്ള നമ്മുടെ സാമീപ്യവും സമ്പർക്കവും ആരാധനയും അത് ചെയ്തേ മതിയാവൂ എന്ന നിർബന്ധവും സത്യത്തിൽ സ്വാധ്യായ പ്രവചനാദികൾക്ക് നമുക്കുണ്ടാകുമോ? നിരന്തരമായ ഏത് സാധനയും ആധ്യാത്മികമാകുമ്പോൾ മടുപ്പുളവാകുമോ? ആവർത്തന വിരസത അതിൻ്റെ സ്വഭാവമായി തീരുമോ? ഒരു ടെക്നിക്ക് വിട്ട് മറ്റൊരു ടെക്നിക്കിന് പിക്നിക്ക് പോലെ പോകാൻ നമ്മിൽ താല്പര്യം ജനിക്കുമോ? അവയിലെല്ലാം നമ്മുടെ താല്പര്യത്തെ ജനിപ്പിക്കുന്നത് അതിലുള്ള ആത്മാർത്ഥതയാണോ? അതിന് പോകുന്ന വേളയിൽ കിട്ടുന്ന വിഷയസുഖങ്ങളുടെ താല്പര്യമാണോ? അതിഭാവുകത്വമുള്ള പരസ്യങ്ങളും അതിഭാവുകത്വം കലർന്ന വാക്കുകളും അതിലുപരി വിഷയേന്ദ്രിയ വ്യാപാരത്തിന് കിട്ടാവുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളും നൽകുമ്പോഴാണോ കൂടുതൽ അത്തരം രംഗങ്ങളിൽ പോയിരിക്കുവാൻ നമുക്ക് താല്പര്യം വരുന്നത്? ഇതൊന്നും പെട്ടെന്ന് ഉത്തരം പറയണ്ട, ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായമായി പറഞ്ഞതായി മാത്രം കൂട്ടിയാൽ മതി, നിങ്ങളുടെ അഭിപ്രായമാക്കണ്ട. ഉത്തരം വിളിച്ചു പറയുകയും വേണ്ട. ഒരു നിമിഷം ആലോചിച്ച് മനസ്സിൽ വെച്ചാൽ മതി. എന്നിട്ട് ബാക്കി ശ്രദ്ധിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ലൗകിക വിഷയ വ്യാപാരങ്ങളിൽ നമ്മുടെ അബോധം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അത്ര ലാഘവത്തോടെ ക്ലേശമൊന്നുമില്ലാതെ
ഇന്ദ്രിയങ്ങളെ വരട്ടാതെ വേദനകളൊന്നും കൂടാതെ ഋജുവായി ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ പറയപ്പെടുന്ന സാധനാക്രമങ്ങളിൽ ഏതെങ്കിലും തികഞ്ഞ ലാഘവ ബുദ്ധിയോടെ ചെയ്യാൻ കഴിയുമായിരുന്നുവോ, കഴിയുന്നുണ്ടോ, കഴിയുമോ? ഇത്രയൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങൾ സ്ഥൂലാനുഭവങ്ങളായും വാസനയിൽ ഉത്ബുദ്ധങ്ങളായി സൂക്ഷ്മ ശരീര താതാത്മ്യത്തിൽ സൂക്ഷ്മാനുഭവങ്ങളായും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ അനുദ്ബുദ്ധങ്ങളായി കാരണശരീരമായും രൂപാന്തരപ്പെട്ടതുപോലെ ഏതെങ്കിലും ആധ്യാത്മിക സാധന ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണെന്ന തരത്തിൽ നിത്യനിരന്തരമായി നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ? ആരെങ്കിലുമൊക്കെ അറിയുമ്പോൾ മാത്രം സാധന ചെയ്യുന്നതിലേക്ക്, ആരുമില്ലെങ്കിൽ സാധനകളൊന്നും അത്യന്താപേക്ഷിതമല്ലെന്നതിലേക്ക്, 4 പേരെ അറിയിക്കുന്നതിലേക്ക് മാത്രം സാധനകളെ ചുരുക്കുന്നതിലേക്ക് നാമും നമ്മുടെ ഇന്നുള്ള ഈ രംഗത്തെ ഉന്നതരും മാറിക്കഴിഞ്ഞിട്ടുണ്ടാകുമോ? എപ്പോഴെങ്കിലും നമ്മുടെ സാധനാക്രമങ്ങൾ ആധ്യാത്മികമായത് പരസ്യപ്പെടുത്താത്ത സ്വകാര്യ ഭൂവിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ആധ്യാത്മിക സാധനയെ മറ്റുള്ളവരറിയ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ശാന്തി, സൗമനസ്യം, തൃഷ്ണാരാഹിത്യം, വിരാഗത മുതലായ വികാരങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ചില ആളുകളിൽ ഇവയൊക്കെ കാണാനിടയാകുമ്പോൾ നാമും അവരും സഞ്ചരിക്കുന്ന അന്തരീക്ഷത്തിൽ നാം ഒന്നും അറിയാതെ അവർ ചെയ്തോ ഏതോ സാധനയുടെ ഫലമായിരിക്കുമോ അവർ പെട്ടെന്ന് ആരോരും അറിയാതെ ഇത്തരം രംഗങ്ങളിലേക്ക് വരുന്നതും എല്ലാവരും അറിയെ ആധ്യാത്മിക സാധനകൾ ചെയ്ത് ആധ്യാത്മിക അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ചുറ്റുപാടുകളെ ബോധ്യപ്പെടുത്തി ജീവിക്കുമ്പോഴും നാം എത്താതിരിക്കുന്നത്. സാധനാ സമ്പ്രദായങ്ങൾക്ക് ഒരു പരസ്യ വിപണിയിലുള്ള ഫലത്തെക്കാളേറെ അതീവ നിഗൂഢതയിൽ കൂടുതൽ ഫലം കിട്ടുമെന്നുണ്ടോ? സ്ഥൂലമായ വാസനകൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സ്ഥൂല താതാത്മ്യത്തിൽ മാത്രമാണോ നമ്മുടെ സാധനകൾ തത്തിക്കളിക്കുന്നത്? വിഷയേന്ദ്ര വ്യാപാരം ആ സ്ഥൂല സാധന സമ്പ്രദായങ്ങളെ അതിക്രമിക്കുമാറ് സൂക്ഷ്മ ശരീരത്തെയും കാരണശരീരത്തെയും അതിക്രമിച്ചു നിൽക്കുന്നുണ്ടാകുമോ? ഇത്തരം ഒട്ടേറെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ട് കുറേ എണ്ണം നിരത്തിയപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അറിഞ്ഞിട്ട് ബാക്കി നിരത്താം എന്ന് വിചാരിച്ചാണ്. 3 ശരീരങ്ങളിലാണ് നാം വർത്തിക്കുന്നത്. ഭൗതികമായ വിഷയവ്യാപാരങ്ങൾ 3 ശരീരങ്ങളിലേക്കും വ്യാപിച്ചു നിൽക്കുമ്പോൾ കാരണശരീരത്തിൽ നിന്നുണ്ടാകുന്ന വിഷയവ്യാപാര വാസനകളൊന്നും തന്നെ നമ്മുടെ ബോധതലത്തെ കാത്തു നിൽക്കാതെ അബോധപൂർവം നമ്മെ നയിക്കുന്നതാണ്. അഗ്രീഡ്.
എന്തേ അങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും പറയാനാവാത്ത വിധം അബോധ പ്രക്രിയയിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും കർമ്മങ്ങളിൽ ഏറിയ കൂറും. ശരിയാണ്. ഉറങ്ങാൻ കിടക്കുന്ന ഒരുവൻ അർത്ഥബോധാവസ്ഥയിൽ ഉറങ്ങുമ്പോൾ പോലും ഒരു കൊതുക് വന്നിരുന്നാൽ അവൻ്റെ കൈ അവനെ അറിയാതെ തല്ലും. 12 കൊല്ലത്തെ ആധ്യാത്മിക സാധനകൾ ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ കൈ ഞാനറിയാതൊന്ന് കൂപ്പാൻ മറ്റുള്ളവരെ കാണുമ്പോൾ, പരിചയമാകാതിരിക്കുമ്പോൾ എൻ്റെ സ്ഥൂല ശരീരത്തിനപ്പുറത്തേക്ക് 12 കൊല്ലത്തെ സാധനയും കടന്നു ചെന്നില്ലെന്നല്ലേ? ചോദ്യം മനസ്സിലായില്ല, ചോദ്യം പിടികിട്ടില്ല. പന്ത്രണ്ട് കൊല്ലമായി ആധ്യാത്മിക സാധനയിൽ നിരന്തരമായി നിൽക്കുന്നു ഞാനെന്ന് ലോകരെ ബോധ്യപ്പെടുത്തുമ്പോഴും എൻ്റെ കരണേന്ദ്രിയ കളയബരങ്ങളിൽ ഒന്നിലേക്ക് പോലും എൻ്റെ ആധ്യാത്മിക സാധനയുടെ ഒരു പരിപ്രേക്ഷ്യവും എത്തിക്കുവാൻ കഴിയാതെ ഞാൻ നിലകൊള്ളുമ്പോഴും, ഞാൻ അർദ്ധബോധാവസ്ഥയിൽ പകലൊരു ബെഞ്ചിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ദേഹത്ത് വന്നിരിക്കുന്ന ഒരു ഉറുമ്പിനെയോ ഒരു ഈച്ചയെയോ കൊല്ലാൻ ഹിംസാത്മകമായി യാതൊരു ബോധപ്രക്രിയയുടെയും പരിലാളന എനിക്ക് വേണ്ടാതെ അടിക്കാൻ എനിക്ക് എളുപ്പത്തിൽ കഴിയുന്നു. എൻ്റെ ഉദാഹരണം റൈറ്റല്ല. പ്രായോഗികം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ കരുണ കാണിക്കുന്ന കാര്യം പറഞ്ഞില്ല, കൊതുകിനെ കൊല്ലുന്നത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ആശയമേ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ വേദന സഹിക്കുന്ന കാര്യവും പറഞ്ഞില്ല. എൻ്റെ ചർച്ചയിൽ അവിടെ കൊതുക് വീഴ്ചയൊന്നുമില്ല. നിങ്ങളുടെ ലൗകിക ജീവിത വ്യാപാരം നിങ്ങളുടെ ബോധപ്രക്രിയയ്ക്കും അപ്പുറം അബോധ പ്രക്രിയയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു വഴിയരികിൽ നിൽക്കുമ്പോൾ ഒരു ഹോട്ടലിലിരിക്കുന്ന പരിപ്പുവട ഹോട്ടലിലെ അലമാരിയിലിരിക്കുമ്പോഴും വായിൽ വെള്ളമൂറുന്നത് മുതൽ ആമാശയത്തിൽ ദഹനരസമുണ്ടാകുന്നതുവരെ അബോധമായി നടക്കാൻ പാകത്തിന് നിങ്ങളുടെ ആഹാര വ്യവസ്ഥ ഭംഗിയായിരിക്കുന്നു, സജീവമായിരിക്കുന്നു. നിങ്ങൾ കാമിച്ച പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കാണുമ്പോൾ കാമനയുടെ തലങ്ങളിലുള്ള എല്ലാ സ്രവങ്ങളും നിങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നിങ്ങളോട് ചോദിക്കാതെ. നിങ്ങളുടെ 12-15 കൊല്ലത്തെ ആധ്യാത്മിക ഭാവത്തിൻ്റെ ഭാവതലങ്ങളൊന്നും നിങ്ങളുടെ കരണേന്ദ്രിയ കളയബരങ്ങളിൽ ഉണർത്താൻ ഇനിയും പര്യാപ്തമാകാതിരിക്കുന്നു. ഇതാണ് എൻ്റെ ചർച്ച. അല്ലാതെ കൊതുകോ വടയോ ഒന്നുമല്ല. അത് സ്ഥൂല ശരീരത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾക്കപ്പുറത്തേക്ക് കടക്കുന്നില്ല എന്ന്. വിഷയവ്യാപാരങ്ങൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ഉല്ലംഘിച്ചു നിൽക്കുന്നുവെന്ന്. വേദന ഉളവാക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതമാണ്. ഇത്രയും കാലം സാധന ചെയ്തോ ഇല്ലയോ അതൊക്കെ വേറെ കാര്യം. ഇതൊരു സത്യമാണോ എന്നത് അതുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു മാറ്റം അനിവാര്യമായി വരുന്നത്. എന്തെല്ലാം ടെക്നിക്കുകളിലൂടെ മാനവൻ ഓടുമ്പോഴും അതെല്ലാം പ്രമാണഭൂതമായി അവൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്
ആത്മാവിനെയല്ല, വിഷയത്തെയാണ്. ആധുനിക ആധ്യാത്മികതയുടെ നിറം പിടിപ്പിച്ച ഓർമ്മകളിൽ അത്രയും വിഷയങ്ങളുടെ ഈടുവയ്പ്പുകൾ കൂടുകയും ആധ്യാത്മികത സ്ഥൂലഭാവത്തിൻ്റെ ഒരു ദർശനം മാത്രമായി ഒതുങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആധ്യാത്മിക സാമൂഹ്യ സാധനാക്രമങ്ങളിൽ നിന്ന് ആനുഭൗതികമായ സമ്പത്ത് കറന്നെടുക്കാൻ പര്യാപ്തമാകാതിരിക്കുന്നു. അതുകൊണ്ട് സാമൂഹ്യ സാധനാക്രമങ്ങളിൽ നിന്ന് ആധ്യാത്മികതയുടെ ഉണർവ് കിട്ടാതെ വരുന്നു. കാലാതീതമായി അറിയപ്പെട്ടിട്ടുള്ള ആധ്യാത്മിക അനുഭൂതി കടന്നു വന്നവരെല്ലാം അറിയപ്പെടാത്ത മേഖലകളിൽ നിന്ന്, ഏകാന്തതകളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടവരായി തുടരുന്നു എന്ന ചരിത്ര വസ്തുത അംഗീകരിക്കുമ്പോഴും വിഷയലോലുപത്വമുള്ളൊരു ആധ്യാത്മികതയെ തേടി യുവത്വവും ജനതയും ഓടുന്നു. കുറച്ച് അധികമായി പോയി. ഇതാ യുവത്വത്തെ മാത്രമല്ല, ആധ്യാത്മികതയെയും പരാജയപ്പെടുത്തുന്നു. ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരട്ടത്ത് തേടുന്നവനെ പോലെ ആധ്യാത്മികത ഇല്ലാത്തതാണെന്ന് അടുത്ത തലമുറയെ പറയിപ്പിക്കുവാൻ ഇത് കാരണമാകുന്നു. റൈറ്റ്. ശരിയല്ലെങ്കിൽ പറയാം. ഇതൊരു ദുസ്ഥിതിയാണ്. അത് സ്റ്റെപ്പല്ല. ആ സ്റ്റെപ്പിനകത്ത് ഇതുവരെ എന്നെങ്കിലും ആരെങ്കിലും ഈ സാമൂഹികതയിലൂടെ എത്തുന്നതായി നാം കാണുന്നില്ല. അങ്ങനൊരു ഉദാഹരണം നമ്മുടെ മുമ്പിലില്ല ഇന്നോളം. മറിച്ച് ഉള്ളു താനും ഉണ്ട് താനും എന്നല്ല. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ആധ്യാത്മിക നഭോമണ്ഡലത്തിലൂടെ സഞ്ചരിക്കാൻ. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിലേക്ക് നേരിട്ട് ക്യാപിറ്റലിസത്തിലൂടെ പോകുന്നത് രസകരമായ അനുഭവമാണ്. ക്യാപിറ്റലിസം തകർത്തെറിയാനുള്ള ദർശനത്തിലൂടെ കുഴികുത്തിയും തോരണം കെട്ടിയും വളർന്ന് പഴയ ക്യാപിറ്റലിസത്തിൽ തന്നെ എത്തുന്നത് നീചമാണ്. റൈറ്റ്. ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ ഈ അപജയം പോലെ ഇന്ത്യൻ ആധ്യാത്മികതയുടെ ഒരു അപജയമാണിത്. ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. രണ്ടും ഉള്ളവർ ഇടയ്ക്കിരിപ്പുണ്ടാവും. നേരിട്ട് മുതലാളിത്തത്തിലേക്കുള്ള യാത്ര അറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ്. അതിനതിൻ്റെ സുഖങ്ങളുണ്ട്.
മറ്റൊരു സ്വർഗത്തെ കാംക്ഷിച്ച് അതിനെ മുഴുവൻ ഉടച്ചു വാർക്കുവാൻ തീരുമാനിച്ചു പോയി. ബഹുദൂരം യാത്ര ചെയ്ത് പ്രഭാത കട്ടകുട്ടി പ്രമാണത്തിൽ. മനസ്സിലായില്ല. അങ്ങനൊരു പ്രമാണമുണ്ട്. എത്തിയത് അവിടെ തന്നെ ആകുമ്പോൾ വിഷമമുണ്ട്. ചെക്ക് പോസ്റ്റിൽ വണ്ടി പിടിക്കുമെന്നുള്ളത് കൊണ്ട് ഒരു വണ്ടിക്കാരൻ വഴിമാറി ഓടുകയാണ്. 3 കിലോമീറ്റർ ദൂരം ചെക്ക് പോസ്റ്റിൻ്റെ അടുക്കൽ നിന്ന് 3 കിലോമീറ്റർ ഓടി ചെക്ക് പോസ്റ്റിലെത്തിയാൽ അവിടെ ടാക്സ് കൊടുക്കണം. അത് വെട്ടിക്കാൻ വേണ്ടിയാണ് 300 കിലോമീറ്റർ ഓടിയാണ് ഈ വണ്ടി വരുന്നത്. 300 കിലോമീറ്റർ ഓടുമ്പോൾ അതെല്ലാം പൊളിഞ്ഞതും തകർന്നതുമായ ഊടുപാതകളാണ്. പലയിടത്തും വളരെ വിഷമിച്ചും ഊടുപാതയിൽ കയറിയും വിഷമിച്ച് വണ്ടി കറങ്ങി വന്ന് ചെക്ക് പോസ്റ്റിനിപ്പുറത്ത് വെച്ച് ടയർ പഞ്ചറാവുകയാണ്. നോക്കുമ്പോൾ ഈ 300 കിലോമീറ്റർ ഓടിയതും ടയർ ഈ ഓട്ടം കാരണം പഞ്ചറായതും അത് കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ പണം അവിടെ കെട്ടേണ്ടിയും വരുമ്പോൾ മറ്റവൻ ആകെ ഉള്ള പണം കെട്ടി തിരിച്ചു പോവുക. ഇതിന് പ്രഭാത കട്ടകുട്ടി പ്രമാണമെന്ന് പറയും സംസ്കൃതത്തിൽ. രാത്രി മുഴുവൻ ഉറക്കളച്ചോടിച്ച് നേരം പുലർന്നപ്പോഴാണ് ചെക്ക് പോസ്റ്റിൻ്റെ വാതൊക്കെ നിൽക്കുന്നത്. മനസ്സിലായില്ല. കൂട്ടത്തിൽ വന്നവൻ കാശും കൊടുത്ത് നേരത്തെ സ്ഥലത്തെത്തി. അവൻ വണ്ടിയിലുണ്ടായിരുന്ന സാധനം കച്ചവടവും ചെയ്ത് വീട്ടിലെത്തി. മനസ്സിലായില്ല. ഇത് രാത്രി ഉറക്കളച്ചത് മിച്ചം, വണ്ടിയുടെ ടയർ പഞ്ചറായത് മിച്ചം, ഊടുപാതയിൽ മുഴുവൻ ഓടി വേറെ ടയർ ഉണ്ടാക്കിയത് മിച്ചം, അവസാനം ഈ പണം മുഴുവൻ കൊടുക്കേണ്ടി വന്നത് മിച്ചം. നാലണയുടെ വിഷയങ്ങൾ അനുഭവിക്കാൻ അറിവില്ലായ്മയിലൂടെ നേരിട്ട് ആ വിഷയത്തിലേക്ക് പോകുന്നത് പരമാനന്ദ സുഖമാണ്. മനസ്സിലായില്ല. വിഷയലോകം ഏതായിരുന്നാലും ഈ പ്രപഞ്ചത്തിലെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും അടങ്ങുന്ന പഞ്ചേന്ദ്രിയ വിഷയങ്ങളിൽ ഏതിലേക്കും നേരിട്ട് കയറിച്ചെന്ന് അവയെ നേരിട്ട് അനുഭവിച്ച് ആസ്വദിച്ച് മടങ്ങുന്നത് രസകരമാണ്. വിഷയങ്ങൾക്കതീതമായ ലോകത്തെ സ്വപ്നം കാണിച്ച് വിഷയവ്യാപാരമില്ലാത്ത ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വ്യാമോഹിച്ച് വിഷയാതീതമായ സ്വർഗീയ സുഖത്തെ പ്രതീക്ഷിച്ച് സഞ്ചരിച്ച അവസാനം ഈ ഊടുപാതകളെല്ലാം താണ്ടി നിസ്സാരമായ വിഷയം മാത്രമാണ് ഇവിടെയും കിട്ടുന്നതെങ്കിൽ ഈ യാത്ര വൈജ്ഞാനിക യാത്രയല്ല. ഇത് ആധ്യാത്മികതയുടെ അധപ്പതനമാണ്. നോ. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അറിയുന്നിടത്തോളം എല്ലാ ടെക്നിക്കുകളും എല്ലാ പിക്നിക്കുകളും പ്രമാണഭൂതമായി വിഷയങ്ങളെ വച്ച് വിഷയിയെ സഞ്ചരിപ്പിച്ച് വിഷയമില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒടുവിൽ ബഹുദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ വിഷയം അനുഭവിക്കുന്നില്ല എന്നൊരു വ്യാഖ്യാനത്തിൽ വിഷയം അനുഭവിക്കുക. സിനോട്ട് ഈ വ്യാഖ്യാനം ആദ്യം അനുഭവിക്കുമ്പോഴും എടുത്താൽ മതിയായിരുന്നല്ലോ, ഇത്രയും സഞ്ചരിക്കാതിരിക്കായിരുന്നു. ശരിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതെങ്കിലും വിഷയേന്ദ്രിയ വ്യാപാരം എന്നതിനപ്പുറം വിഷയേന്ദ്രിയ വ്യാപാരത്തിൽ സ്ഥൂലവും കാരണവുമായ തലങ്ങളിൽ വിഷയം വ്യാപിച്ചു നിൽക്കുന്നത് പോലെ സംവത്സരങ്ങളോളമുള്ള ആധ്യാത്മിക
സാധനകൾ വ്യാപിച്ചു നിൽക്കുന്നുണ്ടോ? സാധനാക്രമങ്ങളിൽ വിഷയത്തെ ഉള്ളിലാക്കുകയും സാധനയെ സ്ഥൂലമായി പുറത്തു നിർത്തുകയും തന്നെയാണോ നാം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധനാക്രമങ്ങളും അനുഷ്ഠാന സമ്പ്രദായങ്ങളും വിഷയവ്യാപാരത്തോടുള്ള നമ്മുടെ ഇച്ഛയെ കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ടാവുമോ? നമ്മുടെ അസൂയയ്ക്കും കുശുമ്പിനും കാർക്കശ്യത്തിനും പരദൂഷണാദികൾക്കും മുമ്പത്തേക്കാൾ അടുക്കും ചിട്ടയുമുള്ള ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ടാക്കി കൊടുക്കുകയാണോ ഈ ആധ്യാത്മിക സാധനകൾ ചെയ്തത്? അതല്ല, അവയെ ഉന്മൂലനം ചെയ്യുകയാണോ? ചോദ്യം ഇവിടെയാണ് സ്ഥൂല ശരീര താതാത്മ്യത്തിൻ്റെയും സൂക്ഷ്മ ശരീര താതാത്മ്യത്തിൻ്റെയും കാരണശരീര താതാത്മ്യത്തിൻ്റെയും 3 രംഗവേദികളുള്ളത്. ഒരു പ്രാവശ്യം കഴിച്ച കിഴങ്ങിന് മധുരമോ ചവർപ്പോ കയ്പോ എന്നത് മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന മാത്രയിൽ ഒരു പ്രാവശ്യം ഉച്ചരിക്കുന്ന നാമത്തിൻ്റെ അംഗാംഗിയായ രസങ്ങൾ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടാവുമോ? സാധകൻ ആദ്യം ആലോചിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം കേൾക്കുന്ന അശ്ലീല പദം എപ്പോൾ വേണമെങ്കിലും കേൾക്കാനും പറയാനും പാകത്തിന്, ഓർമ്മിക്കാൻ പാകത്തിന്, അതിൽ നിന്ന് ഭാവങ്ങൾ ഉണർത്താൻ പാകത്തിന് മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന ആവേഗത്തോടുകൂടി ആധ്യാത്മിക ശബ്ദങ്ങൾ നമ്മളുടെ മസ്തിഷ്ക നിഘണ്ടുക്കളിൽ രേഖപ്പെടുത്താറുണ്ടോ? രേഖപ്പെടുത്താറുണ്ടോ? അങ്ങനെയാണെങ്കിൽ സമയം പ്രത്യേകം ഇല്ലല്ലോ. രേഖപ്പെടുത്തിയാൽ പിന്നെ അത് ചാടി പിടിക്കും. ഉണ്ടോ? രേഖപ്പെടുത്തുന്ന ഇല്ലെന്ന് ഞാൻ പറയില്ല, ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരമാണ്. എൻ്റെ ചോദ്യം, ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ കേൾക്കുന്ന അശ്ലീല പദങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന വേഗത്തിൽ, ഞാനും നിങ്ങളും പോകുമ്പോൾ എന്നെയോ നിങ്ങളെയോ നോക്കി കൊഞ്ഞനം കുത്തുന്നവൻ്റെ കൊഞ്ഞനത്തിൻ്റെ രൂപം രേഖപ്പെടുത്തുന്ന ആ വേഗത്തിൽ, ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ അസൂയയുടെയും കുശുമ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭാവങ്ങൾ രേഖപ്പെടുത്തുന്ന ആ വേഗത്തിൽ ആധ്യാത്മികമായ കാരുണ്യവും സ്നേഹവും വാത്സല്യവും നമ്മുടെ മസ്തിഷ്കങ്ങളിൽ രേഖപ്പെടുത്താറുണ്ടോ? അവ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ദേഹത്തോട് ചേർന്ന് ആവഹിക്കാറുണ്ടോ? നോ. ആധ്യാത്മിക സാധകൻ ഒരിക്കലൊരെണ്ണം കേട്ടുകഴിഞ്ഞാൽ അവൻ അതിൻ്റെ മനന പ്രക്രിയയിലാണ്. വാസനാ മാലിന്യങ്ങൾ കഴുകിക്കളയുക എന്നുള്ളത് സുസാധ്യമേ അല്ല. വാസന എന്ന് പറയുന്നത് ഏതോ ഒരിക്കൽ കേട്ട ശബ്ദം, ഏതോ ഒരിക്കൽ കണ്ട രൂപം, ഏതോ ഒരിക്കൽ കണ്ട മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധാദികളാണ് ബാഹ്യവിഷയത്തോട് ബന്ധപ്പെടാനുള്ള എൻ്റെ കരണകലവികൾ എന്നുള്ളത് ഇരിക്കെ,
അങ്ങനെ എൻ്റെ ഇന്ദ്രിയങ്ങൾ അവയോട് ബന്ധപ്പെട്ടപ്പോൾ ഒന്നേ ബന്ധപ്പെടുന്നുള്ളൂ എങ്കിൽ അവ വാസനകളാകുന്നില്ല. അവിടെ കണ്ട് അവിടെ തീരുന്നു. അത് കണ്ട് അതിനെ മനനം ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ കഴിച്ച ആഹാരങ്ങൾ മനനപൂർവം കഴിക്കുമ്പോൾ, മനസ്സിലായില്ല, ഞാൻ കഴിക്കുന്ന ആഹാരം മനനപൂർവം കഴിക്കുമ്പോൾ, ഞാൻ കാണുന്ന കാഴ്ചകൾ മനനപൂർവം കാണുമ്പോൾ, ഞാൻ കേട്ട ശബ്ദങ്ങൾ മനനപൂർവം കേൾക്കുമ്പോൾ, എപ്രകാരമാണോ ശ്രവണവും മനനവും നിധിധ്യാസനവുമായി അത് രൂപാന്തരപ്പെടുന്നത്, അതുപോലെ ആ കേട്ട ശബ്ദവും കണ്ട രൂപവും സ്പർശിച്ച സ്പർശനത്തിൻ്റെയും മണത്തതിൻ്റെയും ഭാവഹാവാദികൾ അതിനെ കൂടുതൽ മനനത്തോടുകൂടി ചെയ്തപ്പോഴാണ് അതെൻ്റെ സ്ഥൂല ശരീരത്തിനപ്പുറം സൂക്ഷ്മ ശരീരത്തിൽ അധ്യസിച്ച് എൻ്റെ ഉപബോധ പ്രക്രിയയിൽ കിടക്കുന്നത്. എപ്പോഴെല്ലാം ആവശ്യം വരുന്നോ അപ്പോഴെല്ലാം ഉത്ബുദ്ധമാകുന്ന തരത്തിൽ ഞാനൊരു കിഴങ്ങ് കഴിക്കുന്ന വേളയിൽ ആ കിഴങ്ങിൻ്റെ രുചിയും ഗുണവും മണവും മനനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുകയും പിന്നീട് അതേ സാദൃശ്യമുള്ള ഏത് കിഴങ്ങ് കാണുമ്പോഴും അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം എൻ്റെ അറിവായി അത് തീരുകയും ചെയ്യുന്നത് എൻ്റെ സൂക്ഷ്മ ശരീരത്തിലാണ്. അഗ്രി. അത് വീണ്ടും എൻ്റെ ബോധപ്രക്രിയയുടെ വാസനകൾ അനുദ്ബുദ്ധങ്ങളാകുമ്പോൾ അത് ചെന്ന് പതിക്കുന്നത് എൻ്റെ സുഷുപ്തി ശരീരത്തിലാണ്, കാരണശരീരത്തിലാണ്. അതിന് എൻ്റെ ബോധപ്രക്രിയയിലേക്ക് പോലും വരാതെ എന്നെ ഞാനറിയാതെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. മൃഗങ്ങൾക്ക് ആഹാര നീഹാര മൈഥുന നിദ്രാവാസനകൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ കാലാനുഗതമായി മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. മനസ്സിലായില്ല? പുല്ല് കുറെ തിന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പശു കിടന്നോളും. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇട്ട് കൊടുത്താലോ തിന്നില്ല. മനസ്സിലായില്ല? ഇനി അത് അയവിറക്കി കഴിയണം. വല്ല വാവ് അടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ മസ്തിഷ്കത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ എണചേരൽ കയറ്റിവെച്ചിട്ടുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ മാത്രമേ അതിന് വികാരങ്ങൾ ഉണ്ടാവൂ. ചുറ്റും നോക്കിയേ കാണാവുന്ന കാര്യമാണ്. ശരിയല്ല? ആ മൃഗസഞ്ചയങ്ങളെക്കാൾ ഞാനല്ല പറഞ്ഞേ, അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നിലയ്ക്ക് ഞാനത് അങ്ങ് അംഗീകരിച്ചിരിക്കുന്നു. അല്ല, പലരും പറഞ്ഞു ആ മൃഗങ്ങളെക്കാൾ മോശമാണ് നമ്മളെന്ന്. അപ്പോൾ പിന്നെ ഇനി ഞാനത് അംഗീകരിച്ചില്ല എന്ന് നിങ്ങൾ പരാതി പറയണ്ട. അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ മൃഗസഞ്ചയങ്ങളിൽ വാസനാജാലങ്ങൾ ഒരു പ്രത്യേക കാലത്തേക്കോ പ്രത്യേക വിഷയത്തിലോ മാത്രം താൽക്കാലികമായി സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ കയറിയിരിക്കുന്നുവെങ്കിൽ, മനസ്സിലായില്ല, കാലഭേദവും ദേശഭേദവുമില്ലാതെ വിഷയവ്യാപാരങ്ങൾ അത്രയും സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ വാസനാമയങ്ങളായി ഉത്ബുദ്ധങ്ങളും അനുദ്ബുദ്ധങ്ങളുമായി കയറി നിൽക്കുന്നതാണ് മാനവചേതന ഇപ്പോൾ. എഗ്രീഡ്? ഇങ്ങനെയല്ല. അന്ന് ഇത്രയേറെ വിഷയവാസനകളുടെ സാധ്യതകളില്ല. ഒരു സമയത്തുണ്ടാകത്തക്ക വിധത്തിൽ ക്രമമായ ഒരടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു. അല്ല, യാതൊരു കൺട്രോളും ഇല്ല. അത് നാച്ചുറലായി. വീട്ടിലൊരച്ഛനും അമ്മയും ജീവിക്കുമ്പോൾ, വീട്ടിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്ന അന്ന് ഒരു രാമനും അയാളുടെ ഭാര്യയും അവരേക്കാൾ പ്രായം കുറഞ്ഞവർ ആ വീട്ടിലുണ്ട്
എന്ന് കണ്ടാൽ അവരുടെ കാമകേളികൾ നിയന്ത്രിതങ്ങളായിരുന്നു. ബോധപൂർവം നിയന്ത്രിതങ്ങളായിരുന്നു. ആരും കൺട്രോൾ ചെയ്തല്ല, നാച്ചുറലായി. പാടില്ല. ദാ അവൻ കാണും, കൊച്ചുകുട്ടിയല്ലേ. നിങ്ങളുടെ കഴിഞ്ഞ തലമുറയിലെ അച്ഛനും അമ്മയും ഇളയ ആളുകൾ വീട്ടിലുള്ള സമയങ്ങളിൽ പ്രേമചേഷ്ടകളോ പ്രകടനങ്ങളോ കാണിച്ചില്ല. ഇത് കാണിക്കാതിരുന്നതുകൊണ്ട് അവർ വികാരങ്ങളെ സപ്രസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരയൽവക്കംകാരൻ്റെയും ഭിത്തി തുളയ്ക്കാൻ പോയുമില്ല. പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും, ഇത്രയധികം കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തുമില്ല. ഇസ് ഇറ്റ് അഗ്രിയബിൾ ടു ഓൾ? മര്യാദയ്ക്ക് ചില സത്യങ്ങളെ അംഗീകരിച്ച് ജീവിച്ച അവർ സ്ത്രീപീഡനങ്ങളിൽ പെട്ടില്ല. ശരിയാണ്. ബസ്സുകളിലും മറ്റ് തീർന്നു കഴിഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ. ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലും സഞ്ചരിക്കുമ്പോൾ അച്ചടക്കത്തോടെ മാത്രമേ അവർ സഞ്ചരിച്ചിരുന്നുള്ളൂ. ഭാര്യയുടെ അസാന്നിധ്യത്തിൽ ഭർത്താവും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഭാര്യയും വികാരങ്ങൾക്കു വേണ്ടി വീർപ്പുമുട്ടി കാണിച്ചുമില്ല. എന്നെ കേൾക്കുന്ന 45-50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മുഴുവൻ പേർക്കും സമ്മതമാകുമെന്ന് വിശ്വസിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. അതിൽ താഴെയുള്ളവർക്കൊരു പക്ഷേ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ജീവിതത്തിൽ പരിചയമുള്ളതാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർ സംശയം ചോദിച്ചാൽ ഞാൻ പുറകെ ഉത്തരം പറയാം. അതിൽ മുകളിൽ പ്രായമുള്ളവർക്ക് ഞാൻ പറയുമ്പോൾ തന്നെ പ്രതികരിക്കാം. ഇസ് ഇറ്റ് റൈറ്റ്? കൊച്ചുകുട്ടികൾക്ക് ഞെട്ടലുണ്ടാവും ചിലപ്പോൾ, ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ. ഒരു കുഞ്ഞ് ജനിച്ചാൽ സാമാന്യ മര്യാദയിൽ അച്ഛനും അമ്മയും ദമ്പതിക്രിയ ചെയ്യുന്ന കട്ടിലിൽ കുഞ്ഞിനെ കിടത്തിയിരുന്നില്ല. കാരണം ആ ശിശുവിൻ്റെ മസ്തിഷ്കത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും ദമ്പതിക്രിയയുടെ ഭാവഹാവാദികൾ വികലമായി രേഖപ്പെടുത്തിയേക്കുമെന്നുള്ളത് കൊണ്ട് മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ഒപ്പം കിടത്തിയിട്ട് മാത്രമേ അത്തരം പ്രക്രിയകൾക്ക് വിഷയീഭവിച്ചിരുന്നുള്ളൂ. ആം ഐ റൈറ്റ്? വിഷയം ഗൗരവമുള്ളതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കുട്ടികൾ അല്പം മുതിർന്നാൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഭാര്യാഭർത്താക്കന്മാർ, അവർ ഭാര്യാഭർത്താക്കന്മാരും കാമകേളികളിൽ ഏർപ്പെടുന്നവരും അവർ ശൃംഗാര ചതുരരുമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം പോലും വരാതിരിക്കുവാൻ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ അന്നത്തെ ആളുകൾ ഒരേപോലെ മര്യാദക്കാരായിരുന്നു. നോ ഓർ എസ്? യെസ് വിത്ത് എ ക്യാപിറ്റൽ വൈ. ഇത്രയധികം കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു വികാരവും സപ്രസ് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് കാണുന്ന മാരക രോഗങ്ങളൊന്നും അന്ന് രേഖപ്പെടുത്തപ്പെട്ടില്ല. അന്നത്തെ ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും സാധനാക്രമങ്ങൾ ഉണ്ടെങ്കിൽ അവ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളവ മാത്രമായിരുന്നു. അതിൽ നിന്നുണ്ടായ സന്താനങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നല്ല കാലമെന്ന് പറയാവുന്നൊരു 15-16 വയസ്സുവരെ
വിഷയലോകങ്ങളെക്കുറിച്ച് അധികം അറിയുന്നവരായിരുന്നില്ല. അവരുടെ നിഷ്കളങ്കത പ്രകൃതിയിലെ പല ജീവജാലങ്ങളോടും സസ്യങ്ങളോടും അവരെന്ന പോലെ പ്രതികരിക്കാനും ഇടപെടാനും കാവ്യാത്മകമായൊരു മനസ്സുണ്ടാകുവാനും ആ കുട്ടികളെ അന്ന് സഹായിക്കുകയും ചെയ്തിരുന്നു. ഒഴുകുന്ന പുഴയോടും പെയ്ത് നിൽക്കുന്ന മഴയോടും വഴിയിൽ കിടക്കുന്ന ജലത്തോടും കുളിക്കടവിലെത്തുമ്പോൾ തുള്ളുന്ന മീനുകളോടും ഇലകളുടെ മർമരങ്ങളോടും പൂക്കളോടും കായ്കളോടും കനികളോടും അവർ സമരസപ്പെട്ടത് അവരെന്ന പോലായിരുന്നു. നോ ഓർ യെസ്, നോ ഓർ യെസ്. കളിയും ചിരിയും ഉല്ലാസവുമായി യാത്ര ചെയ്ത കാലങ്ങളിൽ വലിയവരുടെ മസ്തിഷ്കങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കുട്ടികളുടെ മസ്തിഷ്കങ്ങളെ ബാധിച്ചിരുന്നില്ല. ശരിയല്ല, ശരിയല്ല. ലാഘവത്തോടെ വഴിയിൽ കിടക്കുന്ന വെള്ളത്തിൽ ഇടത്തുകാൽ അമർത്തി വലത്തുകാലുകൊണ്ടടിച്ച് കൂട്ടുകാരൻ്റെ ദേഹത്തേക്ക് തെറിപ്പിക്കുമ്പോഴും അതിൽ സ്നേഹത്തിൻ്റെയും ചങ്ങാത്തത്തിൻ്റെയും ഭാവങ്ങളുണ്ടായിരുന്നു. അച്ഛൻ പുതുതായി വാങ്ങിത്തന്ന കല്ല് പെൻസിൽ ഒടിച്ച് എഴുതാൻ കല്ല് പെൻസിൽ ഇല്ലാത്തവന് ഒരു മുറി കൊടുത്തെഴുതിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചാരുത പൂർണ്ണമായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ചാൽ മണിക്കൂറുകൾ വാചാലമാകാൻ സ്റ്റോക്ക് എനിക്കുണ്ടാവും. അതിലൊന്നുപോലും എതിർക്കാൻ നിങ്ങൾക്ക് ത്രാണിയും ഉണ്ടാവില്ല. ഉണ്ട്, അത് കുട്ടികൾ ചെയ്തിരുന്നു. പല കവിതകളും മുതിർന്നവർ വായിക്കുന്നതൊക്കെ ഒളിച്ചൊക്കെ വായിച്ചിരുന്നു. അതും ശരിയാണ്. ആ കാലഘട്ടത്തിൽ കുട്ടികൾ ഏതാണ്ട് ഒരു 15-16 വയസ്സെത്തുന്നത് വരെ അറിഞ്ഞിരുന്നില്ല സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് അടുത്ത സന്താനം ഉണ്ടാകുന്നത്. ശരിയാണ്. അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന് അച്ഛനും അമ്മയൊക്കെ കുട്ടികളുണ്ടാകുന്നതിനെ പറ്റി ചോദിച്ചാൽ അത് ദൈവം കൊണ്ട് തന്നതാണെന്നൊക്കെയാണ് പറയുക. ഞാനെങ്ങനെയാ അമ്മ ഉണ്ടായി? അത് ദൈവം തന്നാടാ എന്ന് പറയും അല്ലേ? അല്ല, വേറൊന്നും പറയില്ല, അത് ദൈവം തന്നതാ നിന്നെ. അതിൽ കുട്ടി തൃപ്തനുമാണ്. പല ചോദ്യങ്ങളുടെ ഉത്തരം ദൈവത്തിലാണ് എത്തിക്കുക. മഴ എങ്ങനെയാണ് പെയ്യുന്നത്? അത് ദൈവം മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതാണ്. അതിന് ശാസ്ത്രീയതയൊന്നും ആ കുട്ടിക്കാലത്ത് അറിയണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കുട്ടിക്കാലത്ത് അറിയാത്തത് കൊണ്ട് പ്രായമായപ്പോൾ അറിഞ്ഞപ്പോൾ നല്ലപോലെ അറിയാൻ ഇടയാവുകയും ചെയ്തു. അറിയേണ്ട സമയത്തറിഞ്ഞപ്പം മനസ്സിലായില്ല. റൈറ്റ് ടൈമിൽ. ഒരു 10-20 വയസ്സ് കഴിഞ്ഞ് ഇതാണ് പണിയെന്നറിയുമ്പോൾ അതിൻ്റെ ഉന്മേഷമൊന്ന് വേറെയാ. മറിച്ച് 5 വയസ്സിൽ അറിഞ്ഞ് പരീക്ഷിച്ച് നോക്കിയാൽ അപകടകരമാണ്. ശരിയല്ല. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതക്രമം അന്നുണ്ടായിരുന്നു. വൈകാരികമായ കാര്യമായ അസന്തുലിതാവസ്ഥകളൊന്നുമില്ലാതെ സ്വച്ഛന്തവും സുഭഗവുമായി ജീവിക്കുവാൻ അന്ന് കഴിഞ്ഞിരുന്നു. ദാരിദ്ര്യം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ പോലും പലപ്പോഴും ഭൗതിക ദാരിദ്ര്യം അതിൻ്റെ
എല്ലാ ഭാവഹാവാദികളോടും കൂടി നടമാടുമ്പോഴും ആന്തരികമായ സൗകുമാര്യതയ്ക്കോ ആനന്ദത്തിനോ സ്വച്ഛതയ്ക്കോ ആ ദാരിദ്ര്യം കുറവ് വരുത്തിയിരുന്നില്ല. സമ്പന്നത അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടി നടമാടുമ്പോഴും രോഗവും ദുഃഖവും അസ്വസ്ഥതയും ആധുനികൻ്റെ മുഖമുദ്രയായിട്ടുമുണ്ട്. ആധ്യാത്മിക ടെക്നിക്കുകൾ അതിനെ കൂടുതൽ വികൃതങ്ങളുമാക്കിയിട്ടുണ്ട്. ഇസ് ഇറ്റ് റൈറ്റ്? ഈ വസ്തുതയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ബാക്കി എനിക്ക് പൂരിപ്പിക്കാനാവില്ല. അതാണ്. അതുകൊണ്ട് വളരെ തുറന്ന മനസ്സോടെ സമീപിച്ചു നോക്കൂ. സ്ഥൂല വ്യാപാരങ്ങൾക്കപ്പുറം അന്ന് വിഷയ വ്യാപാരങ്ങൾ ഗൗണവും ആത്മബോധം മുഖ്യവുമായിരുന്നു. അച്ഛനും അമ്മയും കുഞ്ഞുമെല്ലാം ആ ദാരിദ്ര്യത്തിലും സമയമില്ലായ്മയിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും തങ്ങളുടെ സാധനകൾ മുടക്കിയിരുന്നില്ല. ഏത് വിഷയേന്ദ്രിയ വ്യാപാരവും അവരെ സാധന മുടക്കി അതിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിരുന്നില്ല. എന്താണിതുകൊണ്ടുള്ള ഭൗതിക നേട്ടമെന്നോ പ്രയോജനമെന്നോ ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ആവില്ലെങ്കിൽ പോലും അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തവരായിരുന്നു അന്നത്തെ ആളുകൾ. യുക്തിപൂർവം അവർ ചെയ്യുന്നതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചോ അത് നാളെ തരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ലെങ്കിലും അത് മുടക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ അവർ ഏകസ്വരത്തിലായിരുന്നു.